പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് നേടാനാകാത്ത പലതും മനുഷ്യർ എക്കാലത്തും കൂട്ടമായി നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. ഒത്തൊരുമയുടെയും ഐക്യത്തിന്റെയും കെട്ടുറപ്പിലാണ് നമ്മൾ ഈ ലോകം കെട്ടിപ്പടുത്തത്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടത്തിയ യാത്രകൾ കൊണ്ട് കെട്ടിപ്പടുത്തതൊന്നും ലോകത്തില്ല, അവന്റെ സന്തോഷമല്ലാതെ. ന്യൂസിലൻഡുകാരനായ എഡ്മണ്ട് ഹിലേരിയും നേപ്പാളുകാരനായ ടെൻസിംഗ് നോർഗയും 73 വർഷം മുൻപ് ഈ ദിവസമാണ് മനുഷ്യർക്ക് അസാധ്യമെന്നൊരു കാലത്ത് കരുതിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അന്ന് ആളുകൾ വ്യാപകമായി പങ്കുവച്ചത് നേപ്പാളുകാരനായ ടെൻസിംഗ് എവറസ്റ്റിന് മുകളിൽ നിൽക്കുന്ന ചിത്രമാണ്. എന്തുകൊണ്ടായിരിക്കും അതുപോലെ ഹിലേരിയുടെ ഒരു സിംഗിൾ ഫോട്ടോ പോലും ഇല്ലാതിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 15 മിനിറ്റ് മാത്രമായിരുന്നു അവർ ഇരുവരും എവറസ്റ്റിന് മുകളിൽ ചെലവഴിച്ചത്. ഹിലാരി മുകളിൽ എത്തിയപ്പോൾ തന്നെ തന്റെ ക്യാമറ എടുത്ത് ടെൻസിംഗിന്റെ ചിത്രം പകർത്തി. സ്വാഭാവികമായും ഹിലാരിയുടെ ചിത്രവും പകർത്തി കാണില്ലേ എന്ന് നമ്മൾ കരുതും. എന്നാൽ ഹിലാരിയുടെ സിംഗിൾ ഫോട്ടോ ആ ക്യാമറയിൽ പകർത്തിയിട്ടില്ല. ടെൻസിംഗിന് ക്യാമറ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു എന്നതായിരുന്നു അതിന്റെ കാരണം. അപ്പോഴും ഫോട്ടോ താൻ എടുക്കാമെന്ന് ടെൻസിംഗ് പറഞ്ഞിരുന്നു. എന്നാൽ ഹിലാരി കൂട്ടാക്കിയില്ല. ആകെ ലഭിച്ച 15 മിനിറ്റിനിടയിൽ ടെൻസിംഗിനെ ക്യാമറ ഉപയോഗിക്കാൻ പഠിപ്പിച്ച് കാഴ്ചകൾ കാണാനുള്ള സമയം കളയണ്ട എന്ന് ഹിലാരി തീരുമാനിക്കുകയായിരുന്നു. എളുപ്പം എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഉയരത്തിൽ നിൽക്കുമ്പോഴും ഹിലാരി ആ നിമിഷം പൂർണ്ണമായി ആസ്വദിക്കാനാണ് ശ്രദ്ധിച്ചത്. എത്ര ഉയരത്തിലെത്തിയാലും വിനയാന്വിതരാകാൻ സാധിക്കണമെന്ന സന്ദേശമാണ് ഇതുപോലൊരു മെയ് 29-ന് എവറസ്റ്റ് കീഴടക്കിയ ഹിലാരിയും ടെൻസിംഗും നമുക്ക് പകർന്നു നൽകിയത്. ഓരോ തവണ ടെൻസിംഗും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പോഴെല്ലാം എവറസ്റ്റ് തല ഉയർത്തിപ്പിടിച്ചങ്ങനെ നിന്നു. എവറസ്റ്റ് കീഴടക്കാൻ കഴിയാതെ പാതി വഴിയിൽ മടങ്ങിയപ്പോഴെല്ലാം ടെൻസിംഗ് ഹിലാരിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, അതൊരു എവറസ്റ്റ് ആണ്, അതൊരു മൗണ്ടൻ ആണ്, പക്ഷേ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അസാധ്യമായി എന്തുണ്ട് ചങ്ങാതി, നമുക്ക് വീണ്ടും പോവാം എന്ന് പറയും. ഓരോ തവണ കയറും, വീണ്ടും ഇറങ്ങും. ഒടുവിലത് അവർക്ക് സാധ്യമായ ആ നിമിഷത്തിൽ ഹിലാരി എല്ലാം കണ്ട് ആസ്വദിച്ചു.